അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും റംസാൻ ആശംസകൾ. ദർശന ടി വിയിൽ സത്യധാര അവതരിപ്പിക്കുന്ന ഖിയാമുർ റമദാൻ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ റമദാൻ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് സംഘാടകർ പറയുന്നത്. എന്നെ സംബന്ധിച്ച് റമദാൻ എൻ്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഏറ്റവും നന്നായി ഓർക്കുന്നത്. പരമദരിദ്രമായൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയ്ക്ക് റമദാൻ എന്നെ സംബന്ധിച്ച് സമൃദ്ധിയുടെ ഒരു കാലം എന്നതാണ് ആദ്യത്തെ ഓർമ്മ. അതിൻ്റെ ആത്മീയമായ മാനങ്ങൾക്കപ്പുറം തീർച്ചയായും ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാവുക നോയമ്പ് തുറക്കുന്ന സമയത്തുള്ള സമൃദ്ധമായ ആഹാരമോ അതിനെ തുടർന്നുള്ള റമദാൻ മാസത്തിൽ ലഭിക്കാവുന്ന സക്കാത്തോ ഒക്കെ ആയിരിക്കും. ഞാനും ഒരു ഗ്രാമപ്രദേശത്ത് അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, അതുപോലെ അയൽക്കാരുടെയൊക്കെ വീടുകളിലെ നോമ്പ് തുറ, അവിടങ്ങളിൽ സമൃദ്ധമാകുന്ന വിഭവങ്ങൾ, അതിനുശേഷമുള്ള ഒത്തുകൂടലുകൾ, അതൊക്കെയാണ് ഏറ്റവും നന്നായി മനസ്സിൽ തെളിയുന്നത്. യഥാർത്ഥത്തിൽ ആ കാലത്തെ നോയമ്പ് തുറ, പിന്നീട് വരുന്ന ഈദുൽ ഫിത്തറൊക്കെ വലിയ മാനവികതയുടെ ഉത്സവങ്ങളായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഞങ്ങളുടെ പ്രദേശത്ത് സർവ സമുദായങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന ഒരിടമാണ്. അവിടെ യഥാർത്ഥത്തിൽ നോയമ്പ് തുറയുമൊന്നും ഒരു സമുദായത്തിൻ്റെ മാത്രം ആത്മീയമായിട്ടുള്ള ഒരു അനുഷ്ഠാനമല്ല. മറിച്ച് ഞങ്ങളുടെ പ്രദേശത്ത് എല്ലാ സമുദായാംഗങ്ങളും ഒന്നിച്ചു പങ്കിടുന്ന ഒരു സ്നേഹാനുഭവമാണ് റംസാനോട് ചേർന്നുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും. എനിക്ക് വളരെ നല്ല ഒരു ഓർമ്മ, ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി വളരെ കാലം സേവനമനുഷ്ഠിച്ച ഓലക്കൽ ഗോവിന്ദൻകുട്ടി നായർ എന്ന് പറയുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ റംസാനുമായി വലിയൊരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പ്രദേശത്തുള്ള എൻ്റെയൊക്കെ ഉസ്താദായിട്ടുള്ള കുഞ്ഞീദ് മുസ്ലിയാരും OM ഗോവിന്ദൻകുട്ടി നായരും കമ്മ്യൂണിസ്റ്റ് നേതാവായ KK മാധവേട്ടനും രാവുണ്ണി മാസ്റ്ററും മുസ്ലിം ലീഗ് നേതാവായ പരപ്പിൽ മമ്മമാഷും, അങ്ങനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു RSS രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും അത്തരത്തിലുള്ള സ്നേഹ സംഗമങ്ങളിൽ ഉണ്ടാവുമായിരുന്നു. ഇഫ്താർ സംഗമങ്ങളിൽ ഒന്നിച്ചു കൂടുക, ആഹാരം പങ്കിടുക, സ്നേഹം പങ്കിടുക, അങ്ങനെ അതൊരു നാടിൻ്റെ തന്നെ ഐക്യോത്സവമായി മാറുക എന്ന് പറയുന്ന അനവദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് റമദാൻ. അതുപോലെ തന്നെ റമദാൻ കാലത്ത് OM ഗോവിന്ദൻകുട്ടി നായരുടെ പറമ്പിനോട് ചേർന്നുള്ള ഒരു വലിയ തുറസ്സായ ഒരു പറമ്പിലാണ് റമദാൻ പ്രഭാഷണം നടക്കുക. എല്ലാ ആളുകളും തറാവി നമസ്കാരത്തിന് ശേഷം അവിടെ ഒത്തുകൂടുകയും ഈ പ്രഭാഷണം പങ്കിടുകയും ചെയ്യും. പക്ഷേ ആ പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു സാംസ്കാരിക ചടങ്ങുണ്ട്, ഒരു സദസ്സുണ്ട്. ആ സാംസ്കാരിക സദസ്സിൽ അധ്യക്ഷനാവുന്നത്, അതിൽ പ്രസംഗിക്കുന്നത് ഒക്കെ ഇതര സമുദായാംഗങ്ങളാണ്. ഞാൻ ഈ പറയുന്ന നേതാക്കളടക്കമുള്ള ആളുകളാണ്. അവരൊക്കെ ഒന്നിച്ചുകൂടി ഈ റംസാനെ അങ്ങനെ ഒരർത്ഥത്തിൽ, വളരെ വിശാലമായിട്ടുള്ള ഒരർത്ഥത്തിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നതാണ് എൻ്റെ ഏറ്റവും സുഹൃതപൂർണമായിട്ടുള്ള റംസാൻ അനുഭവം എന്ന് പറയാം. അതേപോലെ തന്നെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഏറ്റവും കുറയുന്ന ഒരു സന്ദർഭം എന്നാണ് എൻ്റെ ഓർമ്മയിൽ റംസാൻ. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ലോകത്തെവിടെയും എന്ന പോലെ പ്രകടമാണ് അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ. എന്നാൽ റംസാൻ കാലത്ത് ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണമെന്നത് ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് ഞങ്ങളെപ്പോലുള്ള ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികൾക്കൊക്കെ ഒരു വലിയ അവകാശബോധത്തിൻ്റെ സമയം കൂടിയാണ്. എനിക്കൊക്കെ അപ്പോഴും തോന്നാറുള്ളത്, ഇനി എവിടെയും ചെന്ന് കൈ നീട്ടുന്നത്
ഒരു മോശം കാര്യമല്ല, അതെൻ്റെ അവകാശമാണ് എന്നൊരു തോന്നലാണ്. സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടി വലിയ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് തല ഉയർത്തി നടന്നാണ് പോവുക. അതുവരെ അവിടെ ചെന്ന് വല്ലതും ചോദിക്കുമ്പോൾ നമ്മൾ തല താഴ്ത്തി ഒരു ദാനം അഭ്യർത്ഥിച്ച് ചെല്ലുന്ന ഒരു യാചക പരിവേഷമാണ് എങ്കിൽ, റമദാൻ കാലത്ത് നമ്മളൊരു അവകാശബോധത്തോടു കൂടിയാണ് അവിടങ്ങളിൽ ചെല്ലുന്നതും അവിടെ നിന്ന് അവരുടെ സഹായം സ്വീകരിക്കുന്നതും. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതിൻ്റെ ആത്മീയമായിട്ടുള്ള എല്ലാ മാനങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും റംസാൻ യഥാർത്ഥത്തിൽ റംസാനും സക്കാത്തും മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മഹനീയമായിട്ടുള്ള ആദർശം മാനവികതയുടേതാണ്. എല്ലാ മനുഷ്യരും എല്ലാ സൃഷ്ടികളും ഒന്നാണ് എന്ന വലിയ തിരിച്ചറിവിൻ്റേതാണ്. ഒരാൾ പട്ടിണി കിടക്കുന്നതിലൂടെ അപരൻ്റെ പട്ടിണിയെ തിരിച്ചറിയലാണ്. ഒരാൾ പട്ടിണി കിടക്കുന്നതിലൂടെ അപരൻ്റെ പട്ടിണി മാറ്റാനുള്ള ബാധ്യത തനിക്ക് കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയലാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പരലോകത്തെ സ്വർഗം തുറക്കുന്നതിനപ്പുറത്ത് ഇഹലോകത്തെ സ്വർഗമാക്കുന്ന ഒരു വലിയ പ്രക്രിയ കൂടി അതിനോടൊപ്പം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിശാലമായ മാനവികതയുടെ മഹോത്സവമാണ്, ആത്മീയമായിട്ടുള്ളൊരു മഹോത്സവമാണ് എന്ന് വേണം യഥാർത്ഥത്തിൽ റംസാനെ കാണുവാൻ.